ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ എ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ CPM 15-ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാക്കും. അതിനിടെ തോൽവി സംബന്ധിച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തിരുത്തൽ രേഖ സംസ്ഥാന കമ്മിറ്റി തിരുത്തി. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ വീഴ്ച ഉണ്ടായി എന്ന വിലയിരുത്തലാണ് കൂട്ടിച്ചേർത്തത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ വിമർശനമുണ്ടായി. തിരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് തോൽവി പഠിക്കാൻ CPM നേതൃയോഗങ്ങൾ ചേർന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ റിവ്യൂ റിപ്പോർട്ടും തയ്യാറാക്കിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിവ്യൂ റിപ്പോർട്ടിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ 3 പ്രധാനപ്പെട്ട തിരുത്തലുകളാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അതിൽ 3 പാർട്ടി ഒരുപാട് പ്രതിരോധത്തിലായ വിഷയമാണ്, പഴികേട്ട വിഷയമാണ്. ഒന്ന്, PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് വീഴ്ച ഉണ്ടായി എന്ന് തുറന്ന് സമ്മതിക്കുന്നതാണ്. ഒപ്പം വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിനെതിരെ അന്ന് CPM എടുത്ത ഒരു അഴകുഴമ്പൻ നിലപാട്, അതിൽ മാറ്റമുണ്ടാകണം, കടുത്ത വിമർശനം വെള്ളാപ്പള്ളിക്കെതിരെ ഉണ്ടാകണമെന്ന തിരുത്തൽ, അതെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമത്തേത്, എ പത്മകുമാറിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ, കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി എടുത്തൊരു നിലപാട്, കുറ്റപത്രം വന്നതിന് ശേഷം നടപടി എന്നുള്ളതാണ്. ആകെ ചെയ്തത് പാർട്ടി പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തുക എന്നത് മാത്രമായിരുന്നു പത്മകുമാറിനെതിരായിട്ടുള്ള നടപടി. തള്ളിപ്പറയുന്നതിന് വേണ്ടി CPM ഏതായാലും തയ്യാറായിരുന്നില്ല. അതിലും ഒരു മാറ്റം ഏതായാലും കൊണ്ടുവന്നിട്ടുണ്ട്. എ പത്മകുമാറിനെതിരെ നടപടിക്ക് ആണ് ഇനി ഏതായാലും അരങ്ങ് ഒരുങ്ങുന്നത്. 15-ാം തീയതി ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരിക്കും പത്മകുമാറിനെതിരെ എന്ത് നടപടിയാണ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്നത് എന്ന് അറിയുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പിലടക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയും പത്മകുമാറുമായി ബന്ധപ്പെട്ട ഈ വിഷയമെല്ലാം വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. CPM എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് അന്നത്തെ പ്രതിപക്ഷം വലിയ തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലൊന്നും തന്നെ മറുപടി കൃത്യമായി പാർട്ടി സെക്രട്ടറിക്ക് ഒന്നും തന്നെ പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഏതായാലും നേതൃമാറ്റം പല കോണുകളിൽ നിന്നും പാർട്ടിയിൽ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉയർന്നു വന്നിരുന്നു. അതിപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം റിവ്യൂ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വന്നു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ചും പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരായിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ടായി. നേതൃമാറ്റം ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് പല കോണുകളിൽ നിന്ന്. കഴിഞ്ഞ ദിവസം അതിനുദാഹരണമാണ് തിരുവനന്തപുരം CPM-ന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായ അത്തരത്തിലുള്ള ആവശ്യം. ഏതായാലും CPM അടുത്ത മാസങ്ങളിൽ, പ്രത്യേകിച്ചും ഓഗസ്റ്റ് മാസം, ഇനി വിശാലമായ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ശൈലിമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലൂടെ ഇനി പാർട്ടി കടന്നു പോവുകയാണ്. എങ്ങനെയാണ് അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.